കേരള ബാങ്ക് തലപ്പത്തെ പി മോഹനന്റെയും ടി വി രാജേഷിന്റെയും നിയമനം എന്ന് പറയപ്പെടുന്നത് വീണ്ടും വലിയ വിവാദത്തിലായിരിക്കുകയാണ് ഇപ്പോൾ. കാരണം സി പി എമ്മിന്റെ സഹയാത്രികരും സി പി എം നേതാക്കളും സഖാക്കളുമാണല്ലോ ഇവർ. അപ്പോൾ സി പി എമ്മുകാർക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു ബാങ്കായി കേരള ബാങ്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള ബൈജു സ്വാമിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഈ മാനദണ്ഡ ലംഘനമടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. കേരള ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായിട്ട് സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള പി മോഹനെയും വൈസ് പ്രസിഡന്റായിട്ട് മുൻ MLA ആയിട്ടുള്ള ടി വി രാജേഷിനെ നിയമിച്ചത് റിസർവ് ബാങ്കിന്റെ കർശന മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ബൈജു സ്വാമി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ബൈജു സ്വാമിയുടെ ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം നമുക്ക് നോക്കാം. അതിങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. കേരള ബാങ്ക് എന്ന കേരളത്തിന്റെ സ്വന്തം ബാങ്കിന്റെ പ്രസിഡന്റായി സി പി എമ്മിലെ മോഹനെയും, അതായത് പി മോഹനെയും വൈസ് പ്രസിഡന്റായിട്ട് ടി വി രാജേഷ് MLAയും നിയമിച്ചിരിക്കുന്നു. ഇതിനു മുൻപ് കണ്ണൻ സഖാവായിരുന്നു പ്രസിഡന്റ്. എങ്കിലും സംസ്ഥാനത്തെ ചില ബാങ്കുകളെല്ലാം ലയിപ്പിച്ച് ഒന്നാക്കുന്ന ഒരു പ്രോസസ് ആയതുകൊണ്ട് RBI തന്നെ കേരള ബാങ്കിന് കുറച്ച് എക്സംഷൻ കൊടുത്തിരുന്നു. ആ എക്സംഷൻ കൊടുത്തത് കൊണ്ടായിരിക്കാം റിസർവ് ബാങ്കിന്റെ തന്നെ നിയമങ്ങൾ ലഘൂകരിച്ചത് എന്നാണ് എന്റെ തോന്നൽ എന്നാണ് ബാബു സ്വാമി പറയുന്നത്. ഇനി മോഹന്റെ നിയമനം എങ്ങനെയാണ് റിസർവ് ബാങ്കിന്റെ തന്നെ നിർദ്ദേശങ്ങൾക്ക് എതിരായത് എന്ന് പറയാം. എന്റെ വിശാല കുടുംബത്തിൽ ബാങ്ക് ഡയറക്ടർമാരും MDമാരും എല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ തനിക്ക് ബാങ്കിങ്ങിലെ ചില കാർഡിനൽ റൂൾസ് അറിയാം എന്നാണ് ബാബു സ്വാമി പറയുന്നത്. അതിലൊന്നാണ് സാധാരണ കമ്പനികളിൽ എന്നതുപോലെ ഷെയർ ഹോൾഡേഴ്സ് തിരഞ്ഞെടുത്തത് കൊണ്ട് മാത്രം ആർക്കും ഡയറക്ടറോ MDയോ ആകാനാകില്ല എന്നത്. റിസർവ് ബാങ്കിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് ഒരു ബാങ്കിനെ ആര് നയിക്കണം, ആരൊക്കെ ഡയറക്ടർ ബോർഡിൽ ഇരിക്കണം എന്നത്. റിസർവ് ബാങ്ക് MD ആൻഡ് ഡയറക്ടർ ആകാനുമുള്ള ചില യോഗ്യതകൾ അതിനകത്ത് റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുമുണ്ട്. അത് ഈ ഡയറക്ടേഴ്സ് എല്ലാം ഫിറ്റ് ആൻഡ് പ്രോപ്പർ ക്രൈറ്റീരിയ ഉള്ളവരാകണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫിറ്റ് ആൻഡ് പ്രോപ്പർ എന്നത് വിശാലമായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതിൽ ചീറ്റിംഗ്, നികുതി വെട്ടിപ്പ്, കൊലപാതകം പോലെയുള്ള വൻ കേസുകളിൽ വിചാരണ നേരിടുന്നവരോ ശിക്ഷിക്കപ്പെട്ടവരോ ഒരിക്കലും ആകരുത് എന്നാണ് പറയുന്നത്. പരമാവധി 70 വയസ്സ് വരെ മാത്രമേ ആകാവൂ എന്നുകൂടി നിർദ്ദേശമുണ്ട്. മറ്റ് ബിസിനസ്സുകളൊന്നും നടത്തുന്നവരാകരുത്. ഏതെങ്കിലും ബിസിനസിന്റെ പാർട്ട്ണർ ആണെങ്കിൽ നാമമാത്രമായ രീതിയിലേ ആകാവൂ. നിരോധിത സംഘടനകളിൽ അംഗമാകരുത്. കൂടാതെ MB, MLA, സെൽഫ് ഗവേണിംഗ് ബോഡികളിൽ അംഗമാകരുത്. ഇങ്ങനെ RBIയുടെ നോംസ് കുറെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞാലും MD ആകുന്നവരും ഈ ഹോൾ ടൈം ആക്റ്റീവ് ഡയറക്ടേഴ്സ് ആകുന്നവരും ബാങ്കിങ്ങിൽ ഏറ്റവും കുറഞ്ഞത് 8 കൊല്ലത്തെ മുഴുനീള പ്രവൃത്തി പരിചയമുള്ളവരും സാമ്പത്തിക വിദ്യാഭ്യാസം, അതായത് CAO, അതുമായിട്ട് ബന്ധപ്പെട്ട MBA ഇൻ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള MBA ഇൻ ഫിനാൻസോ ഉള്ളവരായിരിക്കണം. അപ്പോൾ എൻ്റെ അറിവിൽ സഖാവ് മോഹനും രാജേഷിനും ഈ പറഞ്ഞ യോഗ്യതകളിൽ ഒന്നുപോലുമില്ല. കൂടാതെ മോഹന് പ്രായം 74 ആവുകയും ചെയ്തു. ക്രിമിനൽ കേസിൽ 2 പേരും വിചാരണ നേരിടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുമാണ്. അപ്പൊ ഇതെല്ലാം പോട്ടെ എന്ന് വെച്ചാലും ഇവർക്ക് 2 പേർക്കും മുഴുവൻ സമയ ബാങ്കിങ് എക്സ്പീരിയൻസ് എന്ന് പറയപ്പെടുന്ന 8 വർഷത്തേക്ക് പോയിട്ട് 8 ദിവസത്തേത് പോലും ഇല്ല എന്നത് അറിയാത്തത് RBI മാത്രമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇവരോ ഏതെങ്കിലും വീരപ്പനോ കേരളത്തിന്റെ MD ആകുന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വേദനയൊന്നുമില്ല എന്ന് ബാബു സ്വാമി പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം എനിക്ക് ആ ബാങ്കുമായി യാതൊരു ഇടപാടുമില്ല. പിന്നെ ബാങ്ക് ആര് ഭരിച്ചാൽ എനിക്കെന്ത് എന്ന് പറഞ്ഞ് ആ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുകയാണ് ബാബു സ്വാമി. എങ്കിലും അതിനകത്ത് ചില പരിവേദനങ്ങളുണ്ട്, ചില പ്രതിഷേധങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഈ തരത്തിൽ ചിന്തിച്ചാലോ? ആര് ഭരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, ആര് വേണോ ഭരിക്കട്ടെ എന്ന് പറയുന്ന രീതി ശരിയാണോ? ഇങ്ങനെ എല്ലാവരും ചിന്തിച്ചു തുടങ്ങിയാൽ ഈ നാട് കട്ടുമുടിച്ച് കുട്ടിച്ചോറാക്കും ഈ കാപാലികന്മാർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, അത് ഉറപ്പുമാണ്. അപ്പോൾ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത പി മോഹന് 70 വയസ്സ് എന്ന RBIയുടെ പ്രായപരിധി മറികടന്ന് 74 വയസ്സായിരിക്കും. സംസ്ഥാനത്തെ ജില്ലാ ബാങ്കുകളെ ലയിപ്പിച്ച് കേരള ബാങ്ക് രൂപീകരിച്ചപ്പോൾ ലഭിച്ച ചില ഇളവുകളുടെ മറവിലാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നിയമനങ്ങൾ നടത്തുന്നത് എന്നതാണ് വലിയ വിമർശനം ഉയർത്തിയിരിക്കുന്നത്. പി മോഹനും ടി വി രാജേഷും കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുത്തിരുന്നു. ഇരുവരും ഈ പറയുന്ന പോലെ CPM സംസ്ഥാന സമിതി അംഗങ്ങളുമാണ്. ഗോപി കോട്ടമുറിക്കലായിരുന്നു ഈ കേരള ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് എന്ന് പറയപ്പെടുന്നത്. ഈ മാസം 24-ന് തിരുവനന്തപുരത്ത് ബാങ്ക് ഹെഡ് ഓഫീസിൽ നടന്ന വോട്ടെണ്ണലിന് ശേഷം ഭരണാധികാരിയാണ് വിജയികളെ പ്രഖ്യാപിച്ചത്.
തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഭരണസമിതി അംഗങ്ങൾ ആദ്യ യോഗം ചേർന്ന് പ്രസിഡന്റിനെയും ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ റിസർവ് ബാങ്കിലെ നിലവിലെ മാനദണ്ഡങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഈ പി മോഹന്റെയും ആർ വി രാജേഷിന്റെയും നിയമനം എന്നുള്ള വിമർശനമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ കേരള ബാങ്കിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഡയറക്ടർ ബോർഡിലെ അംഗങ്ങൾ മാത്രമാണ്. പൊതുവെ ഈ പദവികൾ നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ അല്ലെങ്കിൽ ഡയറക്ടർ പദവിയുടെ ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഇവരെ തിരഞ്ഞെടുക്കുന്നത് പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളിലെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഷെയർ ഹോൾഡർമാരാണ്. നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർക്ക് ഹോൾ ടൈം ഡയറക്ടർമാർക്ക് ആയ അത്രയും കർശനമായിട്ടുള്ള ബാങ്കിങ് പരിചയമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതകളോ ഒന്നും വേണ്ടതില്ല. എങ്കിലും ഫിറ്റ് ആൻഡ് പ്രോപ്പർ മാനദണ്ഡങ്ങൾ ഇവർക്കും ബാധകമാണ് എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ആർക്കാണ് ഈ ഫിറ്റ് ആൻഡ് പ്രോപ്പർ മാനദണ്ഡങ്ങൾ ബാധകമാകുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ CPM ഭരിക്കുമ്പോൾ ഇതൊന്നും ഈ പാർട്ടിക്കാർക്ക് ബാധകമേ അല്ല. അവർക്ക് വേണ്ടി ഈ തരത്തിലുള്ള മാനദണ്ഡങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഇവർക്ക് ബാധകമാണോ എന്ന് ചോദിച്ചാൽ ബാധകമല്ല. കാരണം അവർക്ക് വേണ്ടി ഈ മാനദണ്ഡങ്ങൾ മാറ്റിമറിക്കുന്നു, കീഴ്വഴക്കങ്ങൾ തമസ്കരിക്കുന്നു. ഈ സ്വജനപക്ഷപാതമാണ് ഇവിടെ അരക്കിട്ടുറപ്പിക്കുന്നത് എന്നുള്ളതാണ്. പാർട്ടി സഖാക്കളെ അർഹതയില്ലാത്ത ഇടങ്ങളിലും അർഹതയില്ലാത്ത സ്ഥാനമാനങ്ങളിലേക്കും തിരികെ കയറ്റുന്നു ഈ പാർട്ടി. ആർക്കും ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു ഈ പാർട്ടിയും ഇവിടുത്തെ മന്ത്രിസഭയും സഖാക്കന്മാരും. ശരിയാണ്, ആർക്കും ഈ കൊള്ളക്കാർക്കെതിരെ ശബ്ദിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും നിശബ്ദരാകും. കാരണം അവരെ ജനങ്ങൾ ഭരിക്കാൻ അനുവദിച്ചിരിക്കുന്നു, അതും തുടർച്ചയായി 10 വർഷം. ജനങ്ങൾ ചെയ്ത തെറ്റും അത് തന്നെയാണ്. ഇവരെ ഇങ്ങനെ ഇനിയും ഭരിക്കാൻ അനുവദിച്ചാൽ ആർക്കും ഒന്നും പറയുവാനോ ഒന്ന് പ്രവർത്തിക്കുവാനോ പ്രതികരിക്കുവാനോ എന്തിന് പ്രതിഷേധിക്കുവാനോ പോലും കഴിയില്ല. മറ്റൊരു ചൈനയെ വാർത്തെടുക്കുകയാണ് ഈ കൊച്ചു കേരളത്തിൽ പിണറായി വിജയനും കൂട്ടുസഖാക്കളും.